പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 11. പ്രധാന വാർത്തകൾ. നിരോധിത സിഗരറ്റുകൾ കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. സെൻട്രൽ പോലീസ് കമാൻഡ് നടത്തിയ അന്വേഷണത്തിലാണ് സിഗരറ്റുകൾ പിടികൂടിയത്. മത്സ്യം കടത്തുന്ന വാഹനത്തിലാണ് സിഗരറ്റുകൾ ഒളിപ്പിച്ചു കടത്തിയത്. 45,000-ൽ പരം നിരോധിത സിഗരറ്റുകൾ കണ്ടുകെട്ടിയതായും സംഭവത്തിൽ പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ്. ഒമാനിലെ ജനകീയ എക്സ്ചേഞ്ചുകളിലൊന്നായ അൽ ജദീദ് എക്സ്ചേഞ്ചിൻ്റെ 42ാമത് ബ്രാഞ്ച് സഹം സനാഇയയിൽ പ്രവർത്തനം ആരംഭിച്ചു. അൽ ജദീദ് ജനറൽ മാനേജർ ബോബി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് മാനേജർ ഡിക്സൺ ബേബി, ചീഫ് മാനേജർ നിയാസ് കബീർ, ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ഷഹദ് KP, ഏരിയ മാനേജർ അബ്ദുൾ റാസിഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. മസ്കത്ത് നഗരസഭയുടെ 50ാം വാർഷികത്തിൻ്റെ ഭാഗമായി സീബ് വിലായത്തിൽ നടപ്പിലാക്കുന്ന ഗോൾഡൻ ജൂബിലി നടപ്പാത പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ നഗരസഭാ ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. പദ്ധതി പ്രദേശം സന്ദർശിച്ച നഗരസഭാ ചെയർമാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുകയും പ്രവർത്തന പുരോഗതി ആരായുകയും ചെയ്തു. 84,400 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ളതാണ് പദ്ധതി. മവേല, അൽഹൈൽ, അൽഖൂദ് എന്നീ പ്രദേശങ്ങളോട് ചേർന്നുള്ള പദ്ധതി വിലായത്തിൻ്റെ മധ്യത്തിലാണ് വികസിപ്പിക്കുന്നത്. പദ്ധതിയിൽ വിനോദ ഘടകങ്ങൾ, പിക്നിക്കുകൾക്കും ശാരീരിക പ്രവർത്തനങ്ങൾക്കുമുള്ള മേഖലകൾ, സൈക്കിൾ പാത, മറ്റു വിവിധ സേവനങ്ങൾ എന്നിവ ഉണ്ടാകും. മസ്കത്ത് KMCC സ്ഥാപക നേതാവും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഹമീദ് PKയെ അനുമോദിച്ചു. പരിപാടിയിൽ കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി ഇബ്രാഹിം മറ്റുപ്പാലവും KMCC കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ പുന്നോളും അനസുദ്ദീൻ കുറ്റിയാടിയും ചേർന്ന് മൊമെന്റോ കൈമാറി. മബേല KMCC ആക്ടിംഗ് പ്രസിഡന്റ് സജീർ കുറ്റിയാടി, മബേല KMCC മുൻ ജനറൽ സെക്രട്ടറി ആഷിഫ്, സഫീർ V, റഫീഖ് മട്ടന്നൂർ എന്നിവർ സംബന്ധിച്ചു. എയർ ഇന്ത്യൻ എക്സ്പ്രസിൽ ടിക്കറ്റ് എടുത്തവരുടെ ദുരിതങ്ങൾക്ക് അറുതിയില്ല. സമരം പിൻവലിച്ചിട്ടും താളം തെറ്റിയ നിലയിൽ തുടരുകയാണ് സർവീസുകൾ. ഇന്നലെയും മസ്കത്തിൽ നിന്നും കേരള സെക്ടറുകളിലേക്കും തിരിച്ചുമുള്ള വിവിധ സർവീസുകൾ റദ്ദാക്കി. ഇന്നും ചില സർവീസുകൾ റദ്ദാക്കപ്പെട്ടേക്കുമെന്നാണ് ട്രാവൽ മേഖലയിൽ നിന്നുള്ളവർ നൽകുന്ന സൂചന. 2 ദിവസത്തിനകം സർവീസുകൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലായേക്കും. മസ്കത്തിൽ നിന്നും കണ്ണൂർ, കൊച്ചി, മുംബൈ സെക്ടറുകളിലേക്കുള്ള സർവീസുകൾ ഇന്നലെ റദ്ദാക്കിയപ്പോൾ മറ്റു വിമാനങ്ങൾ സാധാരണ നിലയിൽ തുടർന്നു. റദ്ദാക്കിയ സർവീസുകളുടെ വിവരങ്ങൾ യാത്രക്കാരിൽ പലർക്കും മുൻകൂട്ടി ലഭിച്ചിരുന്നു. ചിലർ ട്രാവൽ ഏജൻസികൾ വഴിയാണ് വിവരമറിഞ്ഞത്. മറ്റു ചിലരാകട്ടെ സർവീസ് മുടങ്ങിയതറിയാതെ വിമാനത്താവളത്തിലെത്തുകയും തിരികെ പോവുകയും ചെയ്തു. ജീവനക്കാർ സമരം പിൻവലിച്ചുവെങ്കിലും സർവീസുകൾ പഴയ ഷെഡ്യൂൾ പ്രകാരം പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജീവനക്കാർ ഇനിയും തിരികെ ജോലികളിൽ എത്താനുണ്ടെന്നാണ് വിവരം. ഗൾഫ് മേഖലകളിലേക്കുള്ള സർവീസുകളെയാണ് ഇത് സാരമായി ബാധിച്ചത്. മറ്റു വിമാന സർവീസുകൾ കുറവായതും ടിക്കറ്റുകൾ ലഭ്യമല്ലാത്തതും ലഭ്യമായ ടിക്കറ്റുകൾക്ക് ഉയർന്ന തുക നൽകേണ്ടതും പ്രവാസികളെ പ്രതിസന്ധിയിലാക്കുകയാണ്. വടക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ മുദൈബി വിലായത്തിൽ പുതിയ മത്സ്യ മാർക്കറ്റ് നിർമ്മിക്കുന്നു. സമദ് അൽഷാൻ പ്രദേശത്തെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതായി കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രാലയം അറിയിച്ചു. 281 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഒരുങ്ങുന്ന പദ്ധതിയിൽ ഏറ്റവും നൂതന സംവിധാനങ്ങൾ ഉണ്ടാകും. മത്സ്യവിതരണ സ്റ്റാളുകൾക്ക് പുറമെ പച്ചക്കറിക്കടകൾ, സ്റ്റോർ റൂമുകൾ, ഐസ് നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയവയും ഉൾപ്പെടും. മത്സ്യമേഖലയിലെ വ്യവസായം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പുതിയ തൊഴിലവസരങ്ങളും പുതിയ മത്സ്യ മാർക്കറ്റ് വഴി സൃഷ്ടിക്കപ്പെടുമെന്നും മന്ത്രാലയം അറിയിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം പിൻവലിച്ചുവെങ്കിലും മറ്റു വിമാന സർവീസുകളിൽ ടിക്കറ്റ് നിരക്കുകൾ ഉയർന്നു തന്നെ.
കൂടുതൽ സർവീസുകൾ ലഭ്യമല്ല എന്നതിനാൽ 4 ഇരട്ടി വരെ അധികം തുക നൽകി ടിക്കറ്റ് എടുക്കേണ്ട സ്ഥിതിയാണ് പ്രവാസികൾക്ക്. ചില സെക്ടറുകളിൽ ടിക്കറ്റുകൾ കിട്ടാക്കനിയാണ്. എക്സ്പ്രസ് സർവീസുകൾ സാധാരണ നിലയിലാക്കാത്തതിനാൽ മറ്റു വിമാന കമ്പനികളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ് പ്രവാസികൾക്ക്. സലാം എയർ കേരള സെക്ടറിൽ കോഴിക്കോട്ടേക്ക് മാത്രമാണ് സർവീസ് ഉള്ളത്. ഇന്ന് മസ്കത്ത് കോഴിക്കോട് റൂട്ടിൽ ടിക്കറ്റുകൾ ലഭ്യമല്ല. നാളെയും മറ്റന്നാളും 80 റിയാലിന് മുകളിലാണ് ടിക്കറ്റ് നിരക്കുകൾ. കഴിഞ്ഞ ദിവസം വരെ 45 റിയാലിൽ താഴെ മാത്രമായിരുന്നു നിരക്ക്. അതേസമയം ഒമാൻ എയറിൽ ഇന്ന് കോഴിക്കോട്ടേക്ക് 277 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. നാളെ 236 റിയാലും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ 179 റിയാലും ബുധനാഴ്ച 134 റിയാലുമാണ് നിരക്കുകൾ. മസ്കത്ത് കൊച്ചി റൂട്ടിൽ ഇന്ന് 276 റിയാലും നാളെ 197 റിയാലും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ 134 റിയാലും നൽകണം. അതേസമയം മസ്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇന്ന് ടിക്കറ്റ് ലഭിക്കണമെങ്കിൽ 465 റിയാൽ നൽകണം. നാളെ 226 റിയാലും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ 124 റിയാലുമാണ് നിരക്കുകൾ. അറേബ്യൻ രാജ്യമായ ഒമാനിൽ അറബി സംസാരിക്കാത്ത ഒരു നാടുണ്ട്. ഒരു കുടുംബമോ ഗോത്രമോ മാത്രമല്ല, ഒരു പ്രദേശം ഒന്നടങ്കം അറബി ഭാഷയല്ല ഇവിടെ സംസാരിക്കുന്നത്. രാജ്യത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വളരെ അകലെ പർവ്വതങ്ങളുടെയും കടലിൻ്റെയും ഇടയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. വളരെ ചെറുതും ഇടുങ്ങിയതുമാണ് ഈ സുന്ദര ഗ്രാമം. ഈ നാട്ടിൽ സംസാരിക്കുന്ന ഭാഷ ലോകത്ത് മറ്റെവിടെയും നിലവിലില്ല. ഈ ഗ്രാമത്തിനോട് അടുത്തു നിൽക്കുന്ന പ്രദേശത്തുകാർക്ക് പോലും ഇവരുടെ സംസാരം മനസ്സിലാകില്ല. ഇവർ സംസാരിക്കുന്ന ഭാഷയുടെ പേര് കംസരിയ എന്നാണ്. ഫ്രഞ്ച്, ഹിന്ദി, അറബി, ഇംഗ്ലീഷ്, സുരിയാനി, ടർക്കിഷ്, കുർദിഷ് എന്നീ ഭാഷകൾ കൂടിയതാണ് കംസരിയ. കംസരിയയ്ക്ക് സ്വന്തമായി ലിപിയില്ല. അറബി അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് ഇത് എഴുതുന്നത്. അറബി മാതൃഭാഷയായ ഒമാനിൻ്റെ ഈ ഗ്രാമത്തിൽ മാത്രം ഏത് കാലം മുതലാണ് കംസരിയ സംസാര ഭാഷയായി കടന്നു വന്നതെന്ന് അറിയുന്നവരില്ല. എഴുതപ്പെട്ട ചരിത്രരേഖയുമില്ല. മുസന്തം ഗവർണറേറ്റിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. വലിയ പർവ്വതങ്ങളുടെയും സമുദ്രത്തിനുമിടയിലാണ് കംസാർ ഗ്രാമം നിലകൊള്ളുന്നത്. ഇവിടേക്ക് എത്തിപ്പെടാൻ പ്രത്യേകം റോഡുകളോ വ്യോമയാന മാർഗങ്ങളോ ഇല്ല. പ്രദേശവാസികളുടെ ബോട്ടിലൂടെയോ കപ്പൽ മാർഗമോ മാത്രമേ ഇവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. അടിയന്തര ഘട്ടത്തിൽ സൈന്യത്തിൻ്റെ ഹെലികോപ്റ്റർ ഉപയോഗപ്പെടുത്താറുണ്ട്. ബോട്ടിൻ്റെയും കപ്പലിൻ്റെയും സൗകര്യങ്ങൾ ഉണ്ടാകും മുമ്പ് കംസാർ ഗ്രാമത്തിൻ്റെ വല്ല ആവശ്യങ്ങളും പുറത്തുള്ള അധികൃതരെ അറിയിക്കുന്നതിന് മലയിലൂടെയുള്ള വഴികളും അപകടങ്ങളും അറിയുന്ന പരിചയസമ്പന്നർ മുഖേന ഗ്രാമത്തലവൻ കത്ത് കൊടുത്തയക്കുകയായിരുന്നു പതിവ്. 2022 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് 250-ലധികം വീടുകളും 3000-നടുത്ത് താമസക്കാരുമാണ് ഇവിടെയുള്ളത്. ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗ് മസീറയിൽ സന്ദർശനം നടത്തി. മേഖലയിലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ക്ഷേമവിവരങ്ങൾ തേടിയായിരുന്നു ഒമാൻ്റെ ഉപദ്വീപ് പ്രദേശമായ മസീറയിലെത്തിയത്. പ്രവാസികളുമായി ആശയവിനിമയം നടത്തി. അവരുടെ പരാതികൾ കേൾക്കുകയും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. സന്ദർശനത്തിൻ്റെ ഭാഗമായി മസീറ ഇന്ത്യൻ സ്കൂളിൽ അംബാസഡർക്ക് സ്വീകരണം നൽകി. അധ്യാപകരുമായും വിദ്യാർത്ഥികളുമായും അമിത് നാരംഗുമായി സംവദിച്ചു. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അംബാസഡർ സംസാരിച്ചു. ഒമാൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ത്യൻ സമൂഹവുമായുള്ള അംബാസഡറുടെ കൂടിക്കാഴ്ചകൾ നടന്നുവരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കസബ്, സുഹാർ, ഇബ്രി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ത്യക്കാരെ അമിത് നാരംഗ് സന്ദർശിച്ചിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.